ശ്രീമദ് ഭഗവദ്ഗീത അധ്യായം 7 ശ്ലോകം 15 നവാം ദുഷ്കൃതിനോ മൂഢാഃ പ്രപദ്യന്തെ നരാധമാഃ മായയാപഹൃതജ്ഞാനാ ആസുരം ഭാവമാശ്രിതാഃ. ദുഷ്ടപ്രകൃതിയുടെ ലോകം, മൂഢൻ, നരാധമൻ, മറ്റൊന്ന് ജ്ഞാനം മായയാൽ ഹരപ്പെട്ടവനുമായ വ്യക്തികൾ എന്നെ ഭജിക്കുന്നില്ല. നിങ്ങളുടെ വീട്ടിന്റെ വാതിൽ തുറക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഉള്ളിലേക്ക് കടത്തിവിടുന്നത്? ഒരു വ്യക്തിയെ മാത്രമാണോ? അതോ ഒരു ഊർജ്ജത്തെ, ഒരു സ്വാധീനത്തെ, ഒരു വിധിയെത്തന്നെയാണോ? ചാണക്യൻ പറഞ്ഞു, തന്റെ വീട്ടിലേക്ക് ആരെങ്കിലും പ്രവേശിപ്പിക്കുന്നത് തന്റെ ജീവിതത്തിലേക്ക് അവരെ ക്ഷണിക്കുകയാണ്. ജാഗ്രതയില്ലാത്ത ഹൃദയം നാശത്തിന്റെ കവാടമായി മാറും. ഇന്ന് നമ്മൾ ഈ വിഷയത്തിലേക്ക് ആഴത്തിൽ പ്രവേശിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വീട്, നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷിതത്വം, ഇതെല്ലാം എങ്ങനെ സംരക്ഷിക്കാമെന്ന് പുരാതന ജ്ഞാന വഴി മനസ്സിലാക്കാം. ഒരിക്കൽ ഒരു സമൃദ്ധമായ രാജ്യമുണ്ടായിരുന്നു. ആ രാജാവ് വളരെ ഉദാരഹൃദയനായിരുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന, എല്ലാവർക്കും അഭയം നൽകുന്ന, അത് അദ്ദേഹത്തിന്റെ മഹത്വമായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ മുട്ടുന്ന ശബ്ദം. ദാസന്മാർ തുറന്നു. അവിടെ ഒരു സന്യാസി, വൃദ്ധൻ, ക്ഷീണിതൻ, വിശന്നവൻ. രാജാവേ, ഒരു രാത്രി പാർപ്പിന് അനുവാദം, അദ്ദേഹം അപേക്ഷിച്ചു. രാജാവ് മടിച്ചില്ല. തൽക്ഷണം അകത്തേക്ക് ക്ഷണിച്ചു. ഭക്ഷണം, വിശ്രമം, സുഖസൗകര്യങ്ങൾ എല്ലാം നൽകി. എന്നാൽ കൊട്ടാരത്തിലെ മന്ത്രിയായ ചാണക്യൻ സംശയത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. അർദ്ധരാത്രിയിൽ ചാണക്യൻ രാജാവിനെ ഉണർത്തി. മഹാരാജാ, ആ സന്യാസിയല്ല. അവന്റെ കണ്ണുകൾ നോക്കിയോ? പശുപോലെയല്ല, ചെന്നായ പോലെയാണ്. അവന്റെ കാൽപാദങ്ങൾ ശ്രദ്ധിച്ചോ? സന്യാസിയുടേതുപോലെ മൃദുവായിട്ടല്ല, യോദ്ധാവിൻ്റേതുപോലെ കട്ടിയായിട്ടാണ്. രാജാവ് ചിരിച്ചു. ചാണക്യ, നീ എല്ലായിടത്തും ശത്രുക്കളെ കാണുന്നു. ആ പാവം വൃദ്ധൻ എന്തു ദോഷം ചെയ്യും? ചാണക്യൻ നിശബ്ദനായി, പക്ഷെ ജാഗരൂകനായിരുന്നു. പുലർച്ചെ 3 മണിക്ക് ആ സന്യാസി എഴുന്നേറ്റു. പതുക്കെ കൊട്ടാരത്തിന്റെ പ്രധാന കവാടം തുറന്നു. പുറത്ത് കാത്തിരുന്നത് 50 സായുധ ശത്രുക്കൾ. അവർ അധിനിവേശം ആരംഭിക്കാൻ പോവുകയായിരുന്നു. എന്നാൽ ചാണക്യൻ ജാഗരയിലായിരുന്നു. അദ്ദേഹം സൈനികരെ മുൻകൂട്ടി സജ്ജമാക്കിയിരുന്നു. രാജാവും രാജ്യവും രക്ഷപ്പെട്ടു. ഈ കഥയിൽ നിന്നും എന്താണ് പഠിക്കേണ്ടത്? ചാണക്യൻ പറയുന്നു, ആദ്യം നീ അറിയേണ്ടത് എല്ലാ മനുഷ്യരും നിന്റെ വീട്ടിലേക്ക് യോഗ്യരല്ല എന്നാണ്. ഉദാരത ഒരു ഗുണമാണ്, പക്ഷെ വിവേചനമില്ലാത്ത ഉദാരത ഒരു ശാപമാണ്. ആധുനിക ജീവിതത്തിൽ ഇതെങ്ങനെ ബാധകമാണ്? നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാളെ ക്ഷണിക്കുന്നത് വെറും ഔപചാരികതയല്ല, അത് വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. നിങ്ങളവർക്ക് നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് കടക്കാനുള്ള അനുമതി നൽകുകയാണ്. നിങ്ങളുടെ മൂല്യങ്ങൾ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ രഹസ്യങ്ങൾ എല്ലാം അവർ കാണുന്നു. ഇന്നത്തെ കാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് എല്ലാവരെയും ചേർക്കുന്നു. നമ്മുടെ വീട്ടിന്റെ ഫോട്ടോകൾ, നമ്മുടെ കുടുംബത്തിന്റെ വിശേഷങ്ങൾ, നമ്മുടെ സ്ഥാനം എല്ലാം പങ്കുവയ്ക്കുന്നു. എന്നാൽ ആരെയാണ് നമ്മൾ അകത്തേക്ക് കടത്തിവിടുന്നത്? നമുക്കറിയാമോ? നമുക്ക് യാത്ര തുടരാം. ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരിക്കലും കയറ്റാൻ പാടില്ലാത്ത ആദ്യത്തെ വിഭാഗം ആളുകൾ ആരാണെന്നറിയാമോ? അവർ നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കും, പക്ഷെ അവരുടെ ഉള്ളിൽ നിറയെ വിഷമായിരിക്കും. ചാണക്യൻ ഇതിനെക്കുറിച്ച് മനോഹരമായൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം വർജയേ താദൃശം മിത്രം വിഷകുംഭം പയോമുഖം. ഇതിന്റെ അർത്ഥമെന്താണെന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. നിങ്ങളുടെ അസാന്നിധ്യത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ നശിപ്പിക്കുന്നവനും എന്നാൽ നിങ്ങളുടെ മുന്നിൽ വളരെ മധുരമായി സംസാരിക്കുന്നവനുമായ ഒരു സുഹൃത്തിനെ നിങ്ങൾ ഉപേക്ഷിക്കണം. കാരണം അവൻ മുകളിൽ പാല് നിറച്ച എന്നാൽ ഉള്ളിൽ വിഷം നിറച്ച കുടം പോലെയാണ്. നമ്മുടെ വീടുകളിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഇതാണ്. നമ്മൾ അതിഥികളെ സ്വീകരിക്കുന്നു. അവർ വരുന്നു, സോഫയിലിരിക്കുന്നു, നമ്മുടെ ചായ കുടിക്കുന്നു, നമ്മുടെ കുട്ടികളെ താലോലിക്കുന്നു. എന്ത് നല്ല വീട്, എന്ത് നല്ല കുടുംബമെന്ന് അവർ പറയും. പക്ഷെ അവർ പടിയിറങ്ങിപ്പോയാൽ ഉടൻ തന്നെ ആ വീടിനെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും അപവാദം പറയാൻ തുടങ്ങും. ഇവിടെ എങ്ങനെ തിരിച്ചറിയാം? ചാണക്യൻ പറയുന്നു, അവരുടെ വാക്കുകളിലല്ല, അവരുടെ കണ്ണുകളിലും പ്രവൃത്തികളിലും ശ്രദ്ധിക്കുക. അമിത പുകഴ്ത്തൽ നടത്തുന്നവരെ സൂക്ഷിക്കുക. കാരണം അതിഭക്തി ചോരലക്ഷണം എന്ന് പറയാറുണ്ട്. ഇതൊരു കഥയിലൂടെ നമുക്ക് വ്യക്തമാക്കാം. പണ്ട് പാടലിപുത്രത്തിൽ ധനികനായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വിശ്വസ്തനായ ഒരു ജോലിക്കാരനും ഉണ്ടായിരുന്നു. എന്നാൽ വ്യാപാരിയുടെ അയൽവാസിയായ ഒരാൾ, നമുക്ക് അയാളെ മധു എന്ന് വിളിക്കാം. മധു എപ്പോഴും വ്യാപാരിയെ പുകഴ്ത്തും. അങ്ങ് ഈ നഗരത്തിലെ രാജാവിനേക്കാൾ വലിയവനാണ്. അങ്ങയുടെ ബുദ്ധി അപാരമാണ്. വ്യാപാരിക്കിത് കേൾക്കുമ്പോൾ സന്തോഷം തോന്നും. വ്യാപാരി മധുവിനെ തന്റെ വീട്ടിലെ വിരുന്നുകൾക്ക് ക്ഷണിച്ചു, തന്റെ ബിസിനസ് രഹസ്യങ്ങൾ പങ്കുവച്ചു, തന്റെ കുടുംബ പ്രശ്നങ്ങൾ വരെ പറഞ്ഞു. എന്നാൽ സത്യമെന്തായിരുന്നു? മധു ആ നഗരത്തിലെ കള്ളന്മാരുമായി കൂട്ടുകൂടിയിരുന്നു. വ്യാപാരിയുടെ വീട്ടിലെ ഓരോ മുറിയുടെയും സ്ഥാനം,
പണം വയ്ക്കുന്ന സ്ഥലം, വ്യാപാരി എപ്പോൾ വീട്ടിലുണ്ടാകും എന്നീ വിവരങ്ങളെല്ലാം മധു കള്ളന്മാർക്ക് ചോർത്തി നൽകി. ഒരു ദിവസം രാത്രി വ്യാപാരിയുടെ വീട് കൊള്ളയടിക്കപ്പെട്ടു. കള്ളന്മാർക്ക് കൃത്യമായി അറിയാമായിരുന്നു എവിടെയാണ് സ്വർണം ഇരിക്കുന്നതെന്ന്. അപ്പോഴാണ് വ്യാപാരിക്ക് മനസ്സിലായത്, തന്റെ വീട്ടിൽ വന്ന് ചിരിച്ചു സംസാരിച്ച, മുകളിൽ പാലുപോലെ മധുരമുള്ള വാക്കുകൾ പറഞ്ഞ ആ സുഹൃത്ത് യഥാർത്ഥത്തിൽ വിഷം നിറച്ച കുടമായിരുന്നു എന്ന്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരം മധുമാറുണ്ടാവും. അവർ നിങ്ങളുടെ വീട്ടിൽ വരുന്നത് നിങ്ങളെ കാണാനല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ വിള്ളലുകൾ കണ്ടെത്താനാണ്. നിങ്ങളുടെ ഭർത്താവിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ചോ ചെറിയ പരാതികൾ പറഞ്ഞ് അത് വലുതാക്കി കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്നവർ. നിന്റെ ഭർത്താവ് നിന്നെ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല അല്ലേ? അല്ലെങ്കിൽ നിന്റെ ഭാര്യയ്ക്ക് ചിലവഴിക്കാൻ മാത്രമേ അറിയൂ എന്ന് ചോദിച്ച് സ്നേഹത്തിന്റെ പേരിൽ വിഷം കുത്തിവെക്കുന്നവർ. ചാണക്യൻ പറയുന്നു, ഇവരെ വീട്ടിന്റെ പടിക്ക് പുറത്തു നിർത്തൂ. വീടൊരു ക്ഷേത്രമാണ്. അവിടെ അസൂയയുടെയും കാപട്യത്തിന്റെയും ചെരുപ്പുകൾ അഴിച്ചുവെക്കാത്ത ആരെയും പ്രവേശിപ്പിക്കരുത്. രണ്ടാമത്തെ വിഭാഗം ഇതിലും അപകാരികളാണ്. ഹിന്ദിയിൽ ഇവരെ കൃതജ്ഞൻ എന്ന് വിളിക്കുന്നു. അതായത് ചെയ്ത നന്ദി മറക്കുന്നവർ. നിങ്ങളൊരാളെ സഹായിക്കുന്നു, അവർക്ക് കഷ്ടപ്പാടുള്ളപ്പോൾ നിങ്ങളവരെ നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കുന്നു, ഭക്ഷണം നൽകുന്നു, ഒരുപക്ഷെ പണവും നൽകുന്നു. എന്നാൽ അവരുടെ അവസ്ഥ മെച്ചപ്പെട്ടാൽ അവർ നിങ്ങളെ തിരിഞ്ഞു നോക്കില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്കെതിരെ തിരിയുകയും ചെയ്യും. മഹാഭാരതത്തിൽ കർണൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഉപ്പ് തിന്നവരോട് കൂറുകാണിക്കണം, എന്നാൽ കൃതജ്ഞനായ മനുഷ്യർക്ക് അതില്ല. ചാണക്യൻ പറയുന്നു, നിങ്ങളൊരു പാമ്പിനെ പാലുകൊടുത്ത് വളർത്തിയാൽ അത് വലുതാകുമ്പോൾ നിങ്ങൾ തന്നെ കടിക്കും. കാരണം അതിന്റെ സ്വഭാവം വിഷമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരിക്കലും നന്ദി കെട്ടവരെ കയറ്റരുത്. എങ്ങനെ ഇവരെ തിരിച്ചറിയാം? വളരെ എളുപ്പമാണ്. അവരുടെ സംസാരത്തിൽ എപ്പോഴും പരാതികൾ മാത്രമേ ഉണ്ടാകൂ. നിങ്ങൾ 99 കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്താലും നിങ്ങൾ ചെയ്യാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അവർ പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഒരു അകന്ന ബന്ധുവിന് നഗരത്തിൽ നിൽക്കാനിടമില്ല. നിങ്ങൾ അവരെ വീട്ടിൽ നിർത്തി, നിങ്ങൾ അവർക്ക് നല്ല ഭക്ഷണം നൽകി. പക്ഷെ ഒരു ദിവസം കറിയിൽ ഉപ്പ് കുറഞ്ഞു പോയാൽ അവർ പറയും, ഈ വീട്ടിൽ ആർക്കും പാചകം അറിയില്ല എന്ന്. അവർ നിങ്ങളുടെ ഔദാര്യത്തെ നിങ്ങളുടെ കടമയായി കാണുന്നു. ഇത്തരം ആളുകൾ നിങ്ങളുടെ വീട്ടിലെത്തുന്നത് നെഗറ്റീവ് എനർജി കൊണ്ടുവരാനാണ്. അവർ നിങ്ങളുടെ സമാധാനം കെടുത്തും. നിങ്ങളുടെ കുട്ടികൾ കാണുന്നത് നന്ദിയില്ലാത്തൊരു മാതൃകയാണ്. അത് അവരുടെ സ്വഭാവത്തെയും ബാധിക്കും. ഇന്നത്തെ കാലത്ത് ആരാണ് ഈ കൃതജ്ഞൻ? അതൊരുപക്ഷേ പണം കടം വാങ്ങാൻ വരുന്ന സുഹൃത്താകാം. പണം അത്യാവശ്യമുള്ളപ്പോൾ അവർ നിങ്ങളുടെ കാലു പിടിക്കും. നിങ്ങളുടെ വീട്ടിൽ വന്ന് മണിക്കൂറുകളോളം ഇരുന്ന് അവരുടെ കഷ്ടപ്പാട് പറയും. നിങ്ങൾ മനസ്സലിഞ്ഞ് ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടികൾക്ക് കരുതിവെച്ച പണം അവർക്ക് നൽകും. പക്ഷേ പണം തിരിച്ചു ചോദിക്കേണ്ട സമയം വരുമ്പോഴോ അവർ ഫോൺ എടുക്കില്ല. അവർ നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല. നിങ്ങൾ അവരുടെ വീട്ടിൽ പോയാൽ അവർ നിങ്ങളെ അപമാനിക്കും. നിനക്കാ പണത്തിന്റെ അഹങ്കാരമാണ് എന്നവർ പറയും. ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു, സാമ്പത്തിക ഇടപാടുകൾ ബന്ധങ്ങളെ തകർക്കും. എന്നാൽ അതിലേറെ പ്രധാനം, പണം നൽകിയാൽ തിരിച്ചു തരാപ്പ സ്വഭാവമുള്ളവരെ, നന്ദിയില്ലാത്തവരെ നിങ്ങളുടെ സ്വകാര്യ ഇടത്തിലേക്ക് വീണ്ടും ക്ഷണിക്കരുത്. അത് നിങ്ങളുടെ വീടിന്റെ ഐശ്വര്യം കെടുത്തും. വീട് എന്നത് വെറും ചുമരുകളല്ല, അത് നിങ്ങളുടെ മനസ്സിന്റെ പ്രതിഫലനമാണ്. അവിടെ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് പോസിറ്റീവായ ഊർജ്ജമാണ്. നന്ദിയില്ലാത്തവർ, അസൂയയുള്ളവർ, ഇവർ കരിയും പുകയും പോലെയാണ്. അവർ വീടിന്റെ ഭിത്തികളെ കറുപ്പിക്കും. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ സൂക്ഷ്മമായ എന്നാൽ അതിശക്തമായ മറ്റൊരു വിഭാഗത്തെക്കുറിച്ചാണ്. അവർ പലപ്പോഴും വരുന്നത് വേഷം മാറിയാണ്. ചിലപ്പോൾ ഒരു ഉപദേശകന്റെ രൂപത്തിൽ, ചിലപ്പോൾ ഒരു സഹതാപകന്റെ രൂപത്തിൽ. പക്ഷെ അവർ വരുത്തുന്ന നാശം പരിഹരിക്കാൻ കഴിയില്ല. ആരാണ് അവർ? എങ്ങനെ അവരെ തിരിച്ചറിയാം? ചാണക്യന്റെ കണ്ണിലൂടെ നമുക്കത് പരിശോധിക്കാം. നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മൾ ഇതുവരെ 2 തരം ആളുകളെക്കുറിച്ച് സംസാരിച്ചു: മുഖസ്തുതി പറയുന്നവരും നന്ദികെട്ടവരും. എന്നാൽ മൂന്നാമത്തെ വിഭാഗം ഇതിനേക്കാൾ അപകടകാരികളാണ്. കാരണം ഇവരെ തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഒരാൾ നല്ല വിദ്യാഭ്യാസമുള്ളവനാണെങ്കിൽ, നല്ല ജോലിയുള്ളവനാണെങ്കിൽ, അല്ലെങ്കിൽ ഉയർന്ന പദവിയിലിരിക്കുന്നവനാണെങ്കിൽ അവർ നല്ലവരായിരിക്കുമെന്നാണ്. എന്നാൽ ചാണക്യൻ പറയുന്നു അതേറ്റവും വലിയ അബദ്ധമാണെന്ന്. ഈ ശ്ലോകം ശ്രദ്ധിക്കുക. ദുർജനഃ പരിഹർത്തവ്യോ വിദ്യായാലംകൃതോപിസൻ മണിനാഭൂഷിതഃ സർപ്പ കിമസൗ ന ഭയങ്കരഃ. ദുർജനഃ പരിഹർത്തവ്യോ വിദ്യായാലംകൃതോപിസൻ മണിനാഭൂഷിതഃ സർപ്പ കിമസൗ ന ഭയങ്കരഃ. ഇതിന്റെ അർത്ഥം വളരെ ആഴത്തിലുള്ളതാണ്. വിദ്യാഭ്യാസം കൊണ്ട് അലങ്കരിക്കപ്പെട്ടവനാണെങ്കിലും ദുർജനത്തെ അഥവാ മോശപ്പെട്ട വ്യക്തിയെ ഉപേക്ഷിക്കുക തന്നെ വേണം.
രത്നം കൊണ്ട് അലങ്കരിക്കപ്പെട്ട പാമ്പ് ഭയാനകമല്ലേ? ചിന്തിക്കൂ, ഒരു പാമ്പിന്റെ തലയിൽ വിലയേറിയ മാണിക്യമുണ്ട് എന്ന് കരുതി നിങ്ങളതിനെ എടുത്ത് മടിയിൽ വയ്ക്കുമോ? ഇല്ല, കാരണം രത്നമുണ്ടെങ്കിലും അതിന്റെ പല്ലിൽ വിഷമുണ്ട്. അതുപോലെയാണ് ചില മനുഷ്യർ. അവർക്ക് വലിയ ഡിഗ്രികളുണ്ടാകാം, അവർക്ക് സമൂഹത്തിൽ വലിയ പേരുണ്ടാകാം, അവർ വലിയ പണ്ഡിതന്മാരായിരിക്കാം. പക്ഷെ അവരുടെ സ്വഭാവം മോശമാണെങ്കിൽ, അവരുടെ ചിന്തകൾ വിഷലിപ്തമാണെങ്കിൽ, അവരെ നിങ്ങളുടെ വീട്ടിന്റെ പടി കടത്തരുത്. ഈ ആശയം വ്യക്തമാക്കാൻ നമ്മുടെ പുരാണങ്ങളിൽ ഒരു കഥയുണ്ട്. സ്വഭാവം എന്നത് സാഹചര്യങ്ങളാൽ രൂപംപ്പെട്ടതാണ്, അത് വിദ്യ കൊണ്ട് മാത്രം മാറ്റാൻ കഴിയില്ല. ഒരിക്കൽ ഒരേ അമ്മയ്ക്ക് ജനിച്ച 2 താത്തകളുണ്ടായിരുന്നു. ഒരു കൊടുങ്കാട്ടിൽ ഇവ രണ്ടും വേർപിരിഞ്ഞു. ഒന്ന് ചെന്ന് വീണത് ഒരു സന്യാസിയുടെ ആശ്രമത്തിലാണ്. മറ്റൊന്ന് ചെന്ന് വീണത് ഒരു കൂട്ടം കള്ളന്മാരുടെ ഗുഹയുടെ മുന്നിലുമായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. ഒരു രാജാവ് വേട്ടയാടി ക്ഷീണിച്ച് കള്ളന്മാരുടെ ഗുഹയുടെ അടുത്തെത്തി. മരത്തിലിരുന്ന തത്ത രാജാവിനെ കണ്ട ഉടനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, "പിടിക്കൂ, കൊല്ലൂ, ഇവന്റെ ആഭരണങ്ങൾ അഴിക്കൂ." രാജാവ് ഭയന്നുപോയി. ഒരു പക്ഷി ഇത്ര ക്രൂരമായി സംസാരിക്കുന്നുവോ? അദ്ദേഹം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. കുറേ ദൂരം ഓടി അദ്ദേഹം സന്യാസിയുടെ ആശ്രമത്തിലെത്തി. അവിടെ മരത്തിലിരുന്ന മറ്റൊരു തത്ത, അതായത് ആദ്യത്തെ തത്തയുടെ സഹോദരൻ, രാജാവിനെ കണ്ടപ്പോൾ മൃദുവായി പറഞ്ഞു, "സ്വാഗതം, വിശ്രമിക്കൂ, തണുത്ത വെള്ളം കുടിക്കൂ, ഋഷികൾ ഉടൻ വരും." രാജാവ് അത്ഭുതപ്പെട്ടു. ഒരേ രൂപം, ഒരേ വർഗം. പക്ഷേ ഒന്ന് കൊലവിളി നടത്തുന്നു, മറ്റേത് സമാധാനം നൽകുന്നു. ഇതാണ് സംസർഗം അല്ലെങ്കിൽ സഹവാസം എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്ന വ്യക്തി പുറമേ കാണാൻ മാന്യനായിരിക്കാം, ആദ്യത്തെ തത്തയെപ്പോലെ. അയാൾക്ക് വലിയ അറിവുണ്ടാകാം. പക്ഷേ അയാൾ വളർന്ന സാഹചര്യം അല്ലെങ്കിൽ അയാളുടെ ഇപ്പോഴത്തെ കൂട്ടുകെട്ട് മോശമാണെങ്കിൽ അയാൾ ആ വിഷം നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുവരും. ഇന്നത്തെ കാലത്ത് ഇതെങ്ങനെ തിരിച്ചറിയാം? നിങ്ങളുടെ മകന്റെയോ മകളുടെയോ ഒരു കൂട്ടുകാരൻ വരുന്നു. അവൻ വളരെ സ്മാർട്ടാണ്, ക്ലാസ്സിൽ ഒന്നാമനാണ്. പക്ഷേ അവൻ മുതിർന്നവരെ ബഹുമാനിക്കുന്നില്ലെങ്കിലോ? അവൻ സംസാരിക്കുമ്പോൾ അഹങ്കാരം നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലോ? അല്ലെങ്കിൽ അവൻ മറ്റുള്ളവരെ പരിഹസിക്കുന്നത് ഒരു വിനോദമായി കാണുന്നുണ്ടെങ്കിലോ? ചാണക്യൻ പറയുന്നു, ആ അറിവ് അപകടകരമാണ്. അത്തരം അറിവുള്ളവർ അറിവില്ലാത്തവരേക്കാൾ വലിയ നാശം വിതയ്ക്കും. കാരണം അവർക്ക് തന്ത്രങ്ങൾ അറിയാം. നിങ്ങളുടെ കുടുംബത്തിലെ ഐക്യം തകർക്കാൻ അവർക്കൊരു വാക്ക് മതി. അടുത്തതായി നമ്മൾ സൂക്ഷിക്കേണ്ടത് സമ്പത്തിനോട് മാത്രം ആർത്തിയുള്ളവരെയാണ്. അർത്ഥലുബ്ധർ എന്നാണ് ചാണക്യൻ ഇവരെ വിളിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യമുള്ളപ്പോൾ മാത്രം വരുന്നവർ. അവർക്ക് നിങ്ങളോടല്ല സ്നേഹം, നിങ്ങളുടെ പണത്തോടാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ ചാണക്യൻ ഇവിടെ ഒരു സൂക്ഷ്മമായ കാര്യം കൂടി പറയുന്നുണ്ട്. ഭാര്യയുടെ അല്ലെങ്കിൽ പങ്കാളിയുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ദുഷ്ടാ ഭാര്യ ഷഠം മിത്രം ഭൃത്യശ്ച ഉത്തരദായകഃ സ സർപ്പേച്ച ഗൃഹേ വാസോ മൃത്യുരേവന സംശയഃ. ഇതൊരു കടുത്ത ശ്ലോകമാണ്. ദുഷ്ടയായ ഭാര്യ അല്ലെങ്കിൽ പങ്കാളി, കപടനാട്യക്കാരനായ സുഹൃത്ത്, തിരിച്ചു മറുപടി പറയുന്ന വേലക്കാരൻ, ഇവരോടൊപ്പം വസിക്കുന്നത് പാമ്പുള്ള വീട്ടിൽ വസിക്കുന്നതുപോലെയാണ്. മരണം നിശ്ചയം. ഇവിടെ ദുഷ്ടയായ ഭാര്യ എന്ന് പറയുമ്പോൾ സ്ത്രീകളെ കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് കുടുംബത്തിനുള്ളിൽ കലഹമുണ്ടാക്കുന്ന പങ്കാളി, അത് ഭർത്താവായാലും ഭാര്യയായാലും എന്നാണർത്ഥം. നിങ്ങളുടെ വീടിന്റെ സമാധാനം കെടുത്തുന്ന സ്വഭാവമുള്ളവരെ, അത് ബന്ധുക്കളായാലും ശരി, അകറ്റി നിർത്തണം. പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ചില ബന്ധുക്കൾ. അവർ വരുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് മാത്രം ചോദിക്കുന്നു. എത്ര പവനാണ് മകൾക്ക് കൊടുത്തത്? പുതിയ കാർ വാങ്ങാൻ എത്രയായി? ശമ്പളം കൂടിയോ? ഈ ചോദ്യങ്ങൾ സ്നേഹം കൊണ്ടല്ല, അവർ നിങ്ങളുടെ സാമ്പത്തിക നില അളക്കുകയാണ്. ഇത്തരം മനുഷ്യരുടെ കണ്ണെപ്പോഴും നിങ്ങളുടെ പോക്കറ്റിലായിരിക്കും. നിങ്ങൾക്കൊരു ചെറിയ സാമ്പത്തിക തകർച്ച വന്നാൽ ആദ്യം ഓടിപ്പോകുന്നത് ഇവരായിരിക്കും. മാത്രമല്ല, നിങ്ങളുടെ വീടിന്റെ സാമ്പത്തിക രഹസ്യങ്ങൾ അവർ പുറത്തുപോയി നാട്ടുകാർ മൊത്തം പാട്ടാക്കും. ഇന്നത്തെ യുവതലമുറ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ വീട്ടിനെ പാർട്ടി സ്പോട്ടാക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ. നമുക്കിന്ന് നിന്റെ വീട്ടിൽ കൂടാം, നിന്റെ മാതാപിതാക്കളില്ലല്ലോ എന്ന് ചോദിച്ചു വരുന്നവർ. ഇവർ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് മദ്യവും മയക്കുമരുന്നും മാത്രമല്ല, ദരിദ്രത കൂടിയാണ്. ചാണക്യൻ വിശ്വസിച്ചിരുന്നത് ശുദ്ധിയില്ലാത്ത, ധാർമ്മികതയില്ലാത്ത പ്രവൃത്തികൾ നടക്കുന്ന വീട്ടിൽ ലക്ഷ്മീദേവി വസിക്കില്ല എന്നാണ്. നിങ്ങളുടെ സുഹൃത്ത് മദ്യപാനിയാകാം, അതയാളുടെ വ്യക്തിപരമായ കാര്യമാണ്.
പക്ഷെ അയാൾ ആ ശീലം നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നിങ്ങളുടെ ഗ്രഹത്തിന്റെ പവിത്രതയെ നശിപ്പിക്കുന്നു. നിങ്ങളുടെ വീടൊരു ക്ഷേത്രമാണ്, അവിടെ അശുദ്ധമായതൊന്നും അനുവദിക്കരുത്. നിങ്ങൾ അവരോട് ഇല്ല എന്ന് പറയാൻ മടിക്കുന്നു, കാരണം അവർക്ക് വിഷമമായാലോ? ചാണക്യൻ പറയുന്നു, രോഗം വന്ന അവയവം മുറിച്ചുമാറ്റുന്നത് ക്രൂരതയല്ല, അത് ജീവൻ രക്ഷിക്കാനുള്ള മാർഗമാണ്. മോശപ്പെട്ട കൂട്ടുകെട്ടുകളെ വീടിന്റെ വാതിലിന് പുറത്തു നിർത്തുന്നത് ക്രൂരതയല്ല, അത് നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാനുള്ള ധർമ്മമാണ്. അടുത്ത ബാച്ചിൽ നമ്മൾ കാണാൻ പോകുന്നത് വളരെ രസകരമായ എന്നാൽ ഭയപ്പെടുത്തുന്ന ഒരു വിഭാഗത്തെയാണ്. അവർ നിങ്ങളുടെ അയൽവാസികളാകാം, അവരെപ്പോഴും നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നവരാവാം. ചാണക്യൻ ഇവർക്ക് നൽകുന്ന പേരെന്താണെന്നറിയാമോ? അവരെ ഞാൻ തീ കൊണ്ട് നടക്കുന്നവർ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. സംസ്കൃതത്തിൽ ഇവർക്ക് കലഹപ്രിയഹ അല്ലെങ്കിൽ വഴക്കിഷ്ടപ്പെടുന്നവർ എന്ന് പറയാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചിലരെ? അവരെവിടെ ചെന്നാലും അവിടെ ഒരു പ്രശ്നമുണ്ടാവും. അവർ സമാധാനിത്തിരിക്കില്ല. അവർക്ക് മറ്റുള്ളവർ സമാധാനിത്തിരിക്കുന്നത് ഇഷ്ടവുമല്ല. ഇവർ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവർ കൊണ്ടുവരുന്നത് വെറും വാക്കുകളല്ല, മറിച്ച് കാര്യങ്ങളെ കത്തിച്ചു കളയാൻ പോകുന്ന തീപ്പണ്ടങ്ങളാണ്. ചാണക്യൻ പറയുന്നു, മണ്ടനായ ശിഷ്യനെ ഉപദേശിക്കുന്നതുകൊണ്ടും ദുഷ്ടയായ സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെ പോറ്റുന്നതുകൊണ്ടും ദുഃഖിതരുമായി സഹവസിക്കുന്നതുകൊണ്ടും പണ്ഡിതന്മാരുപോലും നശിച്ചുപോകുന്നു എന്നാണ്. ഇവിടെ ദുഃഖിതർ എന്നു പറയുന്നത് വെറുതെ സങ്കടപ്പെട്ടിരിക്കുന്നവരെയല്ല, മറിച്ച് എപ്പോഴും നെഗറ്റീവായ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കി സ്വന്തം ജീവിതം നരകമാക്കുകയും മറ്റുള്ളവരുടെ ജീവിതം നരകമാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരെയാണ്. ഒരു പഴയ ഗ്രാമത്തിൽ 2 അയൽവാസികളുണ്ടായിരുന്നു. ഒരാൾ രാമു, മറ്റേത് സോമു. രാമു വളരെ സമാധാനപ്രിയനായിരുന്നു. സോമുവിന് പക്ഷേ രാമുവിന്റെ വീട്ടിലെ ചിരിയും കളിയും കാണുമ്പോൾ അസൂയ തോന്നും. ഒരു ദിവസം സോമു രാമുവിന്റെ വീട്ടിൽ വന്നു. രാമുവിന്റെ ഭാര്യയോട് സോമു പറഞ്ഞു, "അല്ല, രാമു ഇന്നലെ അങ്ങാടിയിൽ വെച്ചൊരു അപരിചിതനുമായി സംസാരിക്കുന്നത് കണ്ടു. പണം കൊടുക്കുന്നതുപോലെ തോന്നി. സൂക്ഷിക്കണം കേട്ടോ, പലരും ചതിക്കും." വാസ്തവത്തിൽ രാമു ഒരു പാവപ്പെട്ടവൻ ദാനം നൽകിയതായിരുന്നു. പക്ഷെ സോമു അത് പറഞ്ഞ രീതി രാമുവിന്റെ ഭാര്യയിൽ സംശയം ജനിപ്പിച്ചു. എന്റെ ഭർത്താവ് എന്നോട് പറയാതെ പണം ചെലവാക്കുന്നുണ്ടോ എന്ന ചിന്ത അവളിൽ വളർന്നു. അന്ന് രാത്രി ആ വീട്ടിൽ ആദ്യമായി വലിയ വഴക്കുണ്ടായി. പിറ്റേന്ന് സോമു രാമുവിനെ കണ്ടപ്പോൾ പറഞ്ഞു, "നിന്റെ ഭാര്യ അയൽവീട്ടിലെ സ്ത്രീകളോട് നിന്നെക്കുറിച്ച് കുറ്റം പറയുന്നത് കേട്ടു. കഷ്ടം തന്നെ." ഇങ്ങനെ സോമു അങ്ങോട്ടും ഇങ്ങോട്ടും നുണകൾ പറഞ്ഞ് ആ വീട്ടിലെ സമാധാനം മുഴുവൻ കെടുത്തി. അവസാനം ബുദ്ധിമാനായ ഒരു മുത്തശ്ശിയാണ് രാമുവിനോട് സത്യം പറഞ്ഞത്. "മകനെ, നിന്റെ വീടിന് തീ പിടിച്ചിട്ടില്ല. പക്ഷേ തീപ്പന്തം പിടിച്ച ഒരാളെ നീ വീടിനുള്ളിൽ കയറ്റി. അതാണ് പ്രശ്നം." സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരം സോമുമാറുണ്ടാകും. അവർ നിങ്ങളുടെ അമ്മയെക്കുറിച്ച് നിങ്ങളോടും നിങ്ങളെക്കുറിച്ച് അമ്മയോടും കുറ്റം പറയും. "നിന്റെ മരുമകൾ നിന്നെ ബഹുമാനിക്കുന്നില്ല, അല്ലേ?" എന്നു ചോദിച്ച് അമ്മായിയമ്മയുടെ മനസ്സിൽ വിഷം കലർത്തുന്നവർ. "നിന്റെ അമ്മായിയമ്മ നിന്നെക്കൊണ്ട് പണിയെടുപ്പിക്കുകയാണോ?" എന്നു ചോദിച്ച് മരുമകളുടെ മനസ്സിൽ വെറുപ്പുണ്ടാക്കുന്നവർ. ചാണക്യൻ തിറപ്പിച്ചു പറയുന്നു, ഇത്തരം കലഹപ്രിയരെ പടിക്ക് പുറത്തു നിർത്തുക. അവർ വീടിനുള്ളിൽ കടന്നാൽ അവർ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ വീട് ചാരമായിട്ടുണ്ടാകും. അവരുടെ വാക്കുകൾ കേൾക്കരുത്, അവരുമായി ചർച്ച ചെയ്യരുത്. ഒരു ചിരിയോടെ വാതിലടയ്ക്കുക. അടുത്തത് നമ്മൾ പലപ്പോഴും നിസ്സാരമായി കാണുന്ന എന്നാൽ വലിയ നഷ്ടം വരുത്തുന്ന ഒരു കൂട്ടരാണ്. ചാണക്യൻ സമയത്തിന് വലിയ വില കൽപ്പിച്ചിരുന്നു. സമയം ധനത്തേക്കാൾ വലുതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സമയം മോഷ്ടിക്കാൻ വരുന്നവരെ സമയഘാതകർ, ടൈം കില്ലേഴ്സ് എന്ന് നിങ്ങളുടെ വീട്ടിൽ കയറ്റരുത്. നിങ്ങൾക്കറിയാം ചിലരെ, അവർക്കൊരു പണിയുമുണ്ടാകില്ല. അവർ രാവിലെ തന്നെ നിങ്ങളുടെ വീട്ടിലെത്തും. "എന്തൊക്കെയുണ്ട് വിശേഷം?" എന്ന് ചോദിച്ചു തുടങ്ങും. അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, പക്ഷേ അവർ പോകില്ല. നിങ്ങൾക്ക് ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ വീട്ടിലെ ജോലികൾ തീർക്കണം. പക്ഷേ ഇവർ സോഫയിലിരുന്ന് ചായയ്ക്ക് ശേഷം ചായ കുടിച്ച് വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കും. ചാണക്യൻ പറയുന്നു, അലസനായ മനുഷ്യൻ താൻ നശിക്കുന്നതോടൊപ്പം തന്നോട് ചേരുന്നവരെയും നശിപ്പിക്കുന്നു. ഇവർ നിങ്ങളുടെ ഊർജം വലിച്ചെടുക്കുന്നു. ഇവർ പോയിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത ക്ഷീണം തോന്നും. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടാകില്ല. നിങ്ങളുടെ ദിവസം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. വീടെന്നത് നിങ്ങളുടെ കർമ്മമണ്ഡലമാണ്. അവിടെ അലസതയെ പൂജിക്കുന്നവരെ ഇരുത്തരുത്. ഇന്നത്തെ കാലത്ത് ഇവർ ഫോണിലൂടെയും വരാം. മണിക്കൂറുകളോളം ഫോണിൽ വിളിച്ച് വെറുതെ സമയം കളയുന്നവർ. അവരെയും നിങ്ങളുടെ ഡിജിറ്റൽ വീടിന്റെ ഉള്ളിലേക്ക് അധികം കടത്തിവിടരുത്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ദുശ്ശീലൻ, അതായത് മോശമായ സ്വഭാവമുള്ളവർ, മദ്യപാനം, ജൂതാട്ടം, അവിഹിത ബന്ധങ്ങൾ തുടങ്ങിയ ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ടവർ. നമ്മൾ വിചാരിക്കും,
അവർ അത് അവരുടെ വീട്ടിലല്ലേ ചെയ്യുന്നത്. എന്റെ വീട്ടിൽ വരുമ്പോൾ മാന്യരല്ലേ, പിന്നെ എന്തിനാണ് അവരെ വിലക്കുന്നത്? ഇവിടെയാണ് ചാണക്യന്റെ ദീർഘവീക്ഷണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ത്യജത്തുജ്ജന സംസർഗം ഭജ സാധുസമാഗമം. ദുർജനങ്ങളുമായുള്ള സഹവാസം ത്യജിക്കുക, സജ്ജനങ്ങളുമായി സഹവസിക്കുക. നിങ്ങളുടെ വീട്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ, ഒരു പാഠശാലയാണ്. കുട്ടികൾ പഠിക്കുന്നത് നിങ്ങളുടെ ഉപദേശങ്ങളിൽ നിന്നല്ല, അവർ കാണുന്ന കാഴ്ചകളിൽ നിന്നാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് സ്ഥിരമായി വരുന്ന ഒരു സുഹൃത്ത് മദ്യപാനിയാണെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകളെ മോശമായി സംസാരിക്കുന്നവനാണെങ്കിൽ, നിങ്ങളുടെ മകൻ നാളെ ചിന്തിക്കും, ഇതൊക്കെ സാധാരണമാണ്, അച്ഛന്റെ സുഹൃത്തും ഇങ്ങനെയാണല്ലോ. അതൊരു വൈറസ് പോലെയാണ്. ആദ്യം അത് ചെറുതായിരിക്കും, പക്ഷേ സാവധാനം അത് നിങ്ങളുടെ വീടിന്റെ സംസ്കാരത്തെ ബാധിക്കും. ആരെയാണോ നിങ്ങൾ ബഹുമാനത്തോടെ സ്വീകരണമുറിയിലിരുത്തുന്നത്, അവരുടെ ഗുണങ്ങൾ നിങ്ങളുടെ കുടുംബവും അറിയാതെ അനുകരിക്കും. ചാണക്യൻ ചോദിക്കുന്നു, ചന്ദനമരത്തിൽ പാമ്പുകൾ ചുറ്റിക്കടക്കാറുണ്ട്, അതിനർത്ഥം ചന്ദനത്തിന് വിഷമുണ്ടെന്നാണോ? അല്ല. പക്ഷേ ചന്ദനം വിട്ടാൻ പോകുന്നവൻ സൂക്ഷിക്കണം. അതുപോലെ നിങ്ങൾ എത്ര നല്ലവരാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വരുന്നവർ മോശക്കാരാണെങ്കിൽ ലോകം നിങ്ങളെയും സംശയത്തോടെ നോക്കൂ. സമൂഹത്തിൽ നിങ്ങളുടെ സൽപ്പേര് കളങ്കപ്പെടാൻ ഇത്തരം സൗഹൃദങ്ങൾ മതി. അവന്റെ വീട്ടിൽ വരുന്നവരൊക്കെ അങ്ങനെയുള്ളവരാണെന്നൊരു പേരുദോഷം വന്നാൽ അത് മാറ്റാൻ തലമുറകൾ വേണ്ടിവരും. ഇതുവരെ നമ്മൾ 7 തരം ആളുകളെ കണ്ടു. ഇനി വരാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഈ ആളുകളെ എങ്ങനെ തിരിച്ചറിയാമെന്നതിന് ചാണക്യൻ നൽകുന്ന ലിറ്റ്മസ് ടെസ്റ്റ് എന്താണ്? എങ്ങനെയാണ് ഒരു നോട്ടം കൊണ്ട്, ഒരു വാക്കുകൊണ്ട് ഇവരെ സ്കാൻ ചെയ്തെടുക്കുന്നത്? അടുത്ത ഭാഗത്തിൽ ചാണക്യന്റെ രഹസ്യതന്ത്രങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നു. ഇതുവരെ നമ്മൾ കണ്ടത് ആരെയാണ് ഒഴിവാക്കേണ്ടത് എന്നാണ്. എന്നാൽ ഒരാൾ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അയാൾ ഇതിലേത് വിഭാഗത്തിൽ പെടുന്നു എന്നെങ്ങനെ മനസ്സിലാക്കാം? എല്ലാവരുടെയും നെറ്റിയിൽ എഴുതിവെച്ചിട്ടില്ലല്ലോ ഞാൻ വഞ്ചകനാണ് എന്ന്. ചാണക്യൻ ഇതിനൊരു ലളിതമായ എന്നാൽ കൃത്യമായ പരീക്ഷണം നിർദ്ദേശിക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് ചാണക്യതന്ത്രം എന്ന് വിളിക്കാം. ഒരാൾ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നുവരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളുമായി അടുക്കുമ്പോൾ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ജാനീയാത് പ്രേഷങ്ങേ ഭൃത്വാൻ, ബാന്ധവാൻ വ്യസനാഗമേ, മിത്രം ചാപത്യകാലേഷു, ഭാര്യം ച വിഭവക്ഷയേ. ഈ ശ്ലോകത്തിന്റെ അർത്ഥത്തിലൂടെ നമുക്ക് ആ ടെസ്റ്റ് നടത്താം. ആദ്യത്തെ ടെസ്റ്റ്, മറ്റുള്ളവരുടെ വിജയത്തിൽ അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്ന്. നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്ന അതിഥിയോട് നിങ്ങൾ പറയുക, എന്റെ സുഹൃത്തു രവി പുതിയൊരു വീട് വെച്ചു, വലിയ വീടാണ്. അപ്പോൾ അവരുടെ മുഖം ശ്രദ്ധിക്കുക. അവരുടെ മുഖത്ത് ഒരു കരിനിഴൽ വീഴുന്നുണ്ടോ? ഓഹ്, അവന് ലോട്ടറി അടിച്ചുകായിരിക്കും, അല്ലെങ്കിൽ അവന്റെ പണം അത്ര നല്ല വഴിക്ക് വന്നതല്ല എന്നവർ പറയുന്നുണ്ടോ? ഇങ്ങനെ പറയുന്നവരാണെങ്കിൽ സൂക്ഷിക്കുക. ഇവർ അസൂയയുള്ളവരാണ്. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ കഴിയാത്തവർക്ക് നിങ്ങളുടെ ഉയർച്ചയിലും സന്തോഷിക്കാൻ കഴിയില്ല. ഇവർ നിങ്ങളുടെ വീട്ടിലെ ഐശ്വര്യം കണ്ട് ഉള്ളിൽ പുകയുന്നവരാണ്. നേരെ മറിച്ച്, ഹാ, അത് കേട്ടതിൽ സന്തോഷം, രവി മിടുക്കനാണ് എന്ന് ആത്മാർത്ഥമായി പറയുന്നവർ നല്ല മനസ്സിനുടമകളാണ്. അവരെ നിങ്ങൾക്ക് വിശ്വസിക്കാം. രണ്ടാമത്തെ ടെസ്റ്റ്, നിങ്ങളുടെ വിഷമഘട്ടത്തിൽ അവരെന്തു പറയുന്നു എന്ന്. നിങ്ങൾ അവരോട് ഒരു ചെറിയ പ്രശ്നം പറയുക. എനിക്ക് ബിസിനസ്സിൽ ചെറിയൊരു നഷ്ടം വന്നു എന്നോ, എനിക്ക് വയ്യായികയാണ് എന്നോ പറയുക. അവരത് കേട്ട് ഉള്ളിൽ സന്തോഷിക്കുന്നുണ്ടോ എന്നവരുടെ കണ്ണുകളിൽ നോക്കിയാൽ അറിയാം. ചിലർക്ക് സഹതാപം അഭിനയിക്കാൻ അറിയാം, പക്ഷേ കണ്ണുകൾക്ക് നുണ പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ ആ അവസരം മുതലെടുത്ത് അവർ നിങ്ങളെ ഉപദേശിക്കാൻ തുടങ്ങുകയാണോ? ഞാൻ അന്നേ പറഞ്ഞതല്ലേ, നീ അത് ചെയ്യണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണോ? യഥാർത്ഥ സ്നേഹിതൻ കുറ്റപ്പെടുത്തില്ല, അവൻ കൂടെ നിൽക്കും. വിഷമിക്കണ്ട, നമുക്ക് നോക്കാം എന്ന് പറയും. ചാണക്യൻ പറയുന്നു, ആപത്തിൽ മിത്രത്തെ തിരിച്ചറിയുക. ആപത്ത് വരുമ്പോൾ ഓടിപ്പോകുന്നവരും ആപത്തിനെ ആഘോഷിക്കുന്നവരും നിങ്ങളുടെ വീട്ടിലിരിക്കാൻ യോഗ്യരല്ല. മൂന്നാമത്തെ ടെസ്റ്റ് വളരെ പ്രധാനമാണ്. അവർ നിങ്ങളുടെ വീട്ടിലിരുന്ന് വേറൊരാളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ശ്രദ്ധിക്കുക. അവർ നിങ്ങളുടെ മുന്നിൽ വെച്ച് അവരുടെ മറ്റൊരടുത്ത സുഹൃത്തിനെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നുണ്ടോ? അവൻ വലിയ കേമനാണെന്നാ വിചാരം, പക്ഷെ അവനെ എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അവരിവിടെ നിന്നും ഇറങ്ങിയാൽ അടുത്ത വീട്ടിൽ പോയി നിങ്ങളെക്കുറിച്ചും ഇതുതന്നെ പറയും. വിശ്വാസവഞ്ചന അവരുടെ രക്തത്തിലുള്ളതാണ്. ചാണക്യൻ പറയുന്നു, ഒരു തവണ ഒറ്റിക്കൊടുത്തവനെ ഒരിക്കലും വിശ്വസിക്കരുത്. അന്യന്റെ രഹസ്യം നിങ്ങളോട് വെളിപ്പെടുത്തുന്നവൻ നിങ്ങളുടെ രഹസ്യം അന്യനോടും വെളിപ്പെടുത്തും. ഇപ്പോൾ നിങ്ങൾക്ക് ആളുകളെ തിരിച്ചറിയാം, പക്ഷേ അവരെ എങ്ങനെ തടയും? കറക്കുപുറത്ത്
എന്ന് മുഖത്തു നോക്കി പറയാൻ പറ്റുമോ? പലപ്പോഴും അത് പ്രായോഗികമല്ല. ബന്ധങ്ങൾ വഷളമാകും. ചാണക്യൻ ഇതിനും തന്ത്രങ്ങൾ അഥവാ ടാക്ടിക്സ് നൽകുന്നുണ്ട്. ശത്രുവിനെ ആയുധം കൊണ്ട് നേരിടുന്നതിനേക്കാൾ നല്ലത് ബുദ്ധി കൊണ്ട് നേരിടുന്നതാണ്. ആദ്യത്തെ തന്ത്രം ഉപേക്ഷ അഥവാ അവഗണന. മോശക്കാരായ ആളുകൾ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അവരോട് വഴക്കിടാൻ നിൽക്കരുത്. പകരം അവരോടുള്ള പെരുമാറ്റം മിനിമമാക്കുക. അവർ പരദൂഷണം പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അതിൽ പങ്കെടുക്കരുത്. വെറുതെ മൂളുകയോ വിഷയം മാറ്റുകയോ ചെയ്യുക. അതെയോ, ശരി, ചായ എടുക്കട്ടെ എന്ന് ചോദിച്ച് വിഷയം മുറിക്കുക. നിങ്ങളിൽ നിന്നും ഒരു പ്രതികരണവും കിട്ടാതാകുമ്പോൾ അവർക്ക് ബോറടിക്കും. തീക്ക് കത്താൻ വിറക് വേണം. നിങ്ങളുടെ ശ്രദ്ധയാണ് ആ വിറക്. അത് കൊടുക്കാതിരുന്നാൽ ആ തീ താനെ അണഞ്ഞുപോകും. അവർ പതിയെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് നിർത്തും. രണ്ടാമത്തെ തന്ത്രം വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക. ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ വരുന്നവരോട് എല്ലാം തുറന്നു പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പുതിയ പദ്ധതികൾ, നിങ്ങളുടെ നിക്ഷേപങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇവയൊന്നും പുറത്തുള്ളവരുമായി പങ്കുവയ്ക്കരുത്. നിങ്ങളൊരു ഓപ്പൺ ബുക്ക് ആകാതിരിക്കുക. നിങ്ങളെക്കുറിച്ച് ഒന്നും അറിയാത്തൊരാൾക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല. അറിവാണ് ആയുധം. ആ ആയുധം ശത്രുവിന്റെ കയ്യിൽ കൊടുക്കാതിരിക്കുക. മൂന്നാമത്തെ തന്ത്രം അതിരുകൾ നിശ്ചയിക്കുക. വീട് നിങ്ങളുടെ സാമ്രാജ്യമാണ്. അവിടെ നിയമങ്ങൾ നിങ്ങളാണുണ്ടാക്കുന്നത്. ആര് എപ്പോൾ വരണം, എത്ര നേരം നിൽക്കണം എന്നത് നിങ്ങൾ തീരുമാനിക്കുക. ആവശ്യമില്ലാത്ത സമയത്ത് വരുന്നവരോട് ഇപ്പോൾ എനിക്ക് തിരക്കാണ്, മറ്റൊരു സമയം വരൂ എന്ന് മാന്യമായി പറയാൻ പഠിക്കുക. നോ എന്ന് പറയുക എന്നതൊരു കലയാണ്. നിങ്ങളുടെ സമാധാനത്തേക്കാൾ വലുതല്ല മറ്റുള്ളവരുടെ സംതൃപ്തി. സുഹൃത്തുക്കളെ, എന്തിനാണ് ഇത്രയധികം ജാഗ്രത? എന്തിനാണ് ഇത്രയധികം നിയമങ്ങൾ? കാരണം വീട് എന്നത് വെറും ഇഷ്ടികയും സിമന്റുമല്ല. പുറംലോകത്തെ തിരക്കുകൾക്കും സമ്മർദ്ദങ്ങൾക്കും യുദ്ധങ്ങൾക്കും ശേഷം നമ്മൾ സമാധാനം തേടിയെത്തുന്ന ഇടമാണ് വീട്. അവിടെ സമാധാനമില്ലെങ്കിൽ പിന്നെ എവിടെയാണുണ്ടാവുക? നമ്മുടെ വീടിനെ ഒരു ക്ഷേത്രമായി കാണണം. ക്ഷേത്രത്തിൽ നമ്മൾ ചെരിപ്പഴിച്ചു വെക്കുന്നത് പോലെ വീടിനുള്ളിൽ കടക്കുമ്പോൾ ലോകത്തിന്റെ മാലിന്യങ്ങൾ ഉപേക്ഷിക്കണം. ആ മാലിന്യങ്ങൾ കൊണ്ടുവരുന്നവരെ തടയണം. ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിൽ രാജാവിനോട് പറയുന്നത് രാജ്യം സുരക്ഷിതമായിരിക്കാൻ കോട്ടകൾ കാക്കുക എന്നാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ രാജാവ് നിങ്ങളാണ്. നിങ്ങളുടെ വീടാണ് നിങ്ങളുടെ കോട്ട. ആ കോട്ടയുടെ വാതിലുകൾ ആർക്കൊക്കെ തുറന്നുകൊടുക്കണമെന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. അവസാന ഭാഗത്തേക്ക് കടക്കുന്നതിനു മുമ്പ് ഒരു കാര്യം കൂടി. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ നമ്മളും ആരുടെയെങ്കിലും വീട്ടിലെ അതിഥിയല്ലേ? നമ്മൾ ചെല്ലുമ്പോൾ അവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുണ്ടാവും? നമ്മളൊരു നല്ല അതിഥിയാണോ? അതോ നമ്മളും ഈ പറഞ്ഞ ഏതെങ്കിലും മോശം വിഭാഗത്തിൽ പെടുന്നുണ്ടോ? ഇതൊരു ആത്മപരിശോധനയ്ക്കുള്ള സമയം കൂടിയാണ്. ശരിയായ ആളുകളെ എങ്ങനെ ആകർഷിക്കാം? നിങ്ങളുടെ വീടിനെ പോസിറ്റീവ് എനർജി കൊണ്ട് എങ്ങനെ നിറയ്ക്കാം? ചാണക്യന്റെ വിജയസൂത്രവാക്യങ്ങൾ എന്തൊക്കെയാണ്? ഇതുവരെ നമ്മൾ സംസാരിച്ചത് ആരെ തടയണമെന്നതിനെക്കുറിച്ചാണ്. എന്നാൽ ഒരു വീട് പൂർണ്ണമാകണമെങ്കിൽ അവിടെ നല്ല മനുഷ്യരുടെ സാന്നിധ്യവും വേണം. ചാണക്യൻ വെറും നിഷേധിയല്ല, അദ്ദേഹം വളരെ പോസിറ്റീവായൊരു ഉപദേശം നൽകുന്നുണ്ട്. തേനീച്ചകൾ പൂന്തോട്ടം തേടി വരുന്നതുപോലെ സജ്ജനങ്ങൾ ഗുണമുള്ള വീട് തേടി വരും. നിങ്ങളുടെ വീട്ടിലേക്ക് മഹത്തായ വ്യക്തികളെ, പോസിറ്റീവ് എനർജിയുള്ളവരെ ആകർഷിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതിനാദ്യം നിങ്ങളുടെ വീട് ശുദ്ധീകരിക്കണം. ഭൗതികമായി മാത്രമല്ല, ആത്മീകമായും. ഗുണവാനായ ഒരു അതിഥി വീട്ടിൽ വന്നാൽ അത് ഈശ്വരൻ വന്നതിന് തുല്യമാണെന്ന് ഭാരതീയ സംസ്കാരം പറയുന്നു. അതിഥി ദേവോ ഭവ. എന്നാൽ ദേവനെപ്പോലെയുള്ള അതിഥികൾ വരണമെങ്കിൽ വീട് ക്ഷേത്രം പോലെയായിരിക്കണം. ചാണക്യൻ പറയുന്നു, 3 കാര്യങ്ങൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ അവിടെ ലക്ഷ്മി, ഐശ്വര്യം വസിക്കും, ഒപ്പം നല്ല മനുഷ്യരും. പ്രിയവാക്യം വീട്ടിലുള്ളവർ തമ്മിൽ സ്നേഹത്തോടെ സംസാരിക്കുക. നിങ്ങൾ ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അതിഥി വന്നാൽ അവർക്ക് ആ നെഗറ്റീവ് വൈബ്രേഷൻ പെട്ടെന്ന് അനുഭവപ്പെടും. നല്ല മനുഷ്യർ അത്തരമിടങ്ങളിൽ നിൽക്കാൻ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് വീട്ടിലെ സംസാരം എപ്പോഴും മധുരമുള്ളതാക്കുക. മകനെ, മോളെ, സ്നേഹിത എന്നുള്ള വിളികൾ അവിടെ നിറയട്ടെ. ദാനം. വീട്ടിലെത്തുന്നവർക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും സ്നേഹത്തോടെ നൽകുക. ആർത്തിയില്ലാത്ത, കൊതിയില്ലാത്ത മനസ്സ്. കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ആ വീട്ടിലെ ചുമരുകളിൽ പ്രതിഫലിക്കും. അർച്ചന. മുതിർന്നവരെ ബഹുമാനിക്കുന്ന വീട്. മാതാപിതാക്കൾക്ക് സ്ഥാനമുള്ള വീട്. അവിടെ ഒരു പ്രത്യേക പ്രകാശമുണ്ടാകും. അത്തരം വീടുകളിലേക്ക് ജ്ഞാനികൾ ആകർഷിക്കപ്പെടും.
ഒരു ചെറിയ കഥയുണ്ട്. പണ്ട് ഒരു ദരിദ്രനായ കർഷകനുണ്ടായിരുന്നു. അയാളുടെ വീട് ഒരു ചെറിയ കുടിലായിരുന്നു. പക്ഷേ ആ വീട്ടിൽ എപ്പോഴും ചിരിയും സന്തോഷവും ഉണ്ടായിരുന്നു. ഒരു ദിവസം ആ രാജ്യത്തെ രാജാവും ചാണക്യനും വേഷം മാറി നഗരസഞ്ചാരത്തിനിറങ്ങി. അവർ പല വലിയ മാളികകളുടെ മുന്നിലും പോയി. പക്ഷെ അവിടെയെല്ലാം വഴക്കിന്റെ ശബ്ദമോ അല്ലെങ്കിൽ മദ്യപാനത്തിന്റെ ബഹളവുമായിരുന്നു. അവസാനം അവർ ഈ കർഷകന്റെ കുടിലിന്റെ മുന്നിലെത്തി. അവിടെ നിന്ന് നാമജപത്തിന്റെ ശബ്ദവും കുട്ടികളുടെ ചിരിയും കേട്ടു. അവർ വാതിൽക്കൽ മുട്ടി. കർഷകൻ അവരെ സ്വീകരിച്ചു. വരൂ, ഇരിക്കാൻ വലിയ കസേരകളില്ല, പക്ഷേ ഈ പായയിലിരിക്കാം, കുടിക്കാൻ പഴച്ചാറുണ്ട്. അവർ നൽകിയ സ്നേഹം കണ്ട് രാജാവിന്റെ മനസ്സു നിറഞ്ഞു. രാജാവ് പറഞ്ഞു, ചാണക്യ, ഈ കുടിലിന് കൊട്ടാരത്തേക്കാൾ ഐശ്വര്യമുണ്ട്. ചാണക്യൻ പറഞ്ഞു, മഹാരാജാവേ, ഐശ്വര്യം കെട്ടിടത്തിലല്ല, അത് വസിക്കുന്നവരുടെ സ്വഭാവത്തിലാണ്. ഇവിടെ ദുർജനങ്ങൾക്ക് സ്ഥാനമില്ല, അതുകൊണ്ട് ഇവിടെ സ്വർഗമാണ്. ഇവിടെ നമ്മൾ സ്വയം ഒന്ന് കണ്ണാടിയിൽ നോക്കണം. ചിലപ്പോൾ നമ്മൾ പറയും, എന്റെ വീട്ടിൽ ആരും വരുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ട പോലെയാണ്. അതിന് കാരണം നമ്മൾ തന്നെയാണോ? നമ്മൾ പരദൂഷണം പറയുന്നവരാണോ? നമ്മൾ എപ്പോഴും പരാതി പറയുന്നവരാണോ? നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നവർ, ജഡ്ജ്മെന്റിലാണോ? ചാണക്യൻ പറയുന്നു, സ്വയം തിരുത്താതെ ലോകത്തെ തിരുത്താൻ ശ്രമിക്കരുത്. നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടും മാറും. നിങ്ങൾ വെളിച്ചമാകുമ്പോൾ ഇരുട്ടിന്റെ ജീവികൾ, ദുർജനങ്ങൾ താനെ അകന്നുപോകും. വെളിച്ചത്തെ ഇഷ്ടപ്പെടുന്നവർ, സജ്ജനങ്ങൾ നിങ്ങളെ തേടിവരും. ചിലപ്പോൾ ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ നിങ്ങൾ ഒറ്റയ്ക്കാകെയായേക്കാം. മോശക്കാരായ സുഹൃത്തുക്കളെ ഒഴിവാക്കുമ്പോൾ അയ്യോ, എനിക്ക് കൂട്ടുകാരില്ലാതായല്ലോ എന്ന ഭയം തോന്നാം. പക്ഷേ ചാണക്യൻ പറയുന്നു, വന്യമൃഗങ്ങൾ വസിക്കുന്ന കാട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് നീചശീലമുള്ള മിത്രങ്ങളോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ നല്ലത്. ഒറ്റയ്ക്കിരിക്കുന്നത് ഒരു ശാപമല്ല, അതൊരു ശക്തിയാണ്. മോശമായ 100 പേർക്കൊപ്പം നിൽക്കുന്നതിനേക്കാൾ കരുത്ത് തനിച്ചു നിൽക്കുന്ന സിംഹത്തിനാണ്. ഈ ഏകാന്തതയിൽ നിങ്ങൾക്ക് സ്വയം വളരാൻ സാധിക്കും. വായിക്കാം, ചിന്തിക്കാം, പ്രാർത്ഥിക്കാം. ആ സമയം നിങ്ങൾ നിങ്ങളെത്തന്നെ നിർമ്മിക്കുകയാണ്. അപ്പോൾ യോഗ്യരായ പുതിയ സുഹൃത്തുക്കൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. നമ്മുടെ ഈ യാത്ര അവസാനത്തോടടുക്കുന്നു. നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിക്കാം. നിങ്ങളുടെ വീട് വെറുമൊരു കെട്ടിടമല്ല, അതൊരു കോട്ടയാണ്. ആ കോട്ടയിലേക്ക് ആരെ കടത്തിവിടണമെന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മുഖസ്തുതി പറയുന്ന വിഷകുംഭങ്ങളെ ഒഴിവാക്കുക. നന്ദിയില്ലാത്തവരെ പടിക്ക് പുറത്തു നിർത്തുക. വിദ്യയുണ്ടെങ്കിലും സ്വഭാവമില്ലാത്തവരെ അകറ്റുക. നിങ്ങളുടെ പണത്തെ മാത്രം സ്നേഹിക്കുന്നവരെ തിരിച്ചറിയുക. കലഹമുണ്ടാക്കാൻ വരുന്നവരെ അവഗണിക്കുക. സമയം കൊല്ലുന്നവരെയും ദുശ്ശീലമുള്ളവരെയും അകറ്റി നിർത്തുക. ഓർക്കുക, നോ എന്ന് പറയാൻ പഠിക്കുക. അത് സ്വാർത്ഥതയല്ല, അത് ആത്മരക്ഷയാണ്, സെൽഫ് പ്രിസർവേഷൻ. നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനമാണ് ഏറ്റവും വലുത്. അതാർക്കും പണയം വയ്ക്കരുത്. ചാണക്യന്റെ ഈ ജ്ഞാനം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതാണ്. പക്ഷേ ഇന്നും, ഈ 2025-ലും അതെത്ര പ്രസക്തമാണെന്ന് നോക്കൂ. മനുഷ്യന്റെ സ്വഭാവം മാറിയിട്ടില്ല. അതുകൊണ്ട് ഈ പാഠങ്ങൾ ഇന്നും നമ്മുടെ വഴികാട്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് തന്നെ നിങ്ങളുടെ ഫോണിലെ കോൺടാക്റ്റ് ലിസ്റ്റൊന്ന് പരിശോധിക്കൂ. നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നവരുടെ ലിസ്റ്റൊന്ന് മനസ്സിൽ കാണൂ. ആരൊക്കെയാണ് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി തരുന്നത്? ആരൊക്കെയാണ് നിങ്ങളുടെ സമാധാനം കെടുത്തുന്നത്? ഇന്നൊരു തീരുമാനമെടുക്കൂ. നിങ്ങളുടെ വീടിന്റെ കാവൽക്കാരനാകാൻ, ഗാർഡിയനാകാൻ തീരുമാനിക്കൂ. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പങ്കുവയ്ക്കുക. കാരണം എല്ലാവർക്കും സമാധാനം ആവശ്യമാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് അതിനെ നേരിട്ടത്? നിങ്ങളുടെ കമന്റുകൾ മറ്റുള്ളവർക്കും ഒരു പാഠമാകും. നന്ദി. വീണ്ടും കാണാം. ജയ് ഹിന്ദ്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.